എല്ലാവർക്കും നമസ്കാരം. ഗായകപ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശാന്തമി രാത്രിയിൽ എന്ന ഗാനത്തിന്റെ നൊട്ടേഷൻസ് ആണ് അവതരിപ്പിക്കുന്നത്. നടഭരവി എന്ന രാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും ചിലയിടങ്ങളിൽ പ്രതിമധ്യമം വരുന്നുണ്ട്. അത് ഞാൻ നൊട്ടേഷൻസ് പറയുന്ന സമയത്ത് മെൻഷൻ ചെയ്യാം. ഈ പാട്ട് 1 2 3 1 2 3 1 2 3 1 2 3 6/8 എന്ന ഋതത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒറിജിനൽ സ്കെയിൽ ഡി ഷാർപ്പ്, അതായത് 2.5 കട്ട ശ്രുതിയാണ്. നൊട്ടേഷൻസിനോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് വെറും 3 കോഡ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു മുഴുവൻ പാട്ടിന് അക്കമ്പനിമെന്റ് ചെയ്യുക എന്നുകൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. പാട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഓഹോ ലാ. ശാന്തമി രാത്രിയിൽ അതേ ട്യൂൺ തന്നെയാണ്. നൊട്ടേഷൻസ് പഞ്ചമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാ പാ പാനി സാ നിസാനി പ മാ പനി പനി പാമ പാമ സാ സാനി സാനി സാ പാനി സാ നിസാനി പ നിസാ എന്ന് വരുന്നുണ്ട്. അതായത് ലാ ലാ, അതാണ് നിസാ എന്ന് വരുന്നത്. പാനി സാ നിസാനി പ മാ പനി പനി പാമ ലാ 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 പാമ സാ സാനി സാനി സാ. ഇതേ നൊട്ടേഷൻസ് തന്നെയാണ് ശാന്തമി രാത്രിക്കും വരിക. ശാന്തമി രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. പാനി സാ നിസാനി പ മാ പനി പനി പാമ പാമ സാ സാനി സാനി സാ. അത് 2 തവണ പാടുന്നുണ്ട്. അതിനുശേഷം അടുത്ത വരി പാടുമ്പോൾ കുമ്പിട് ജും തജും 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 കുറുങ്കുഴൽ കൊട് എന്നാണ്. അതായത് നമ്മൾ താളം പിടിച്ച് പാടുകയാണെങ്കിൽ 1 2 3 4 എന്ന് പാടുകയെന്ന് വിചാരിക്കൂ. അപ്പോൾ കുമ്പിട് ജും തജും 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 കുറുങ്കു എന്ന് വരും. അതായത് 4ാമത്തെ ബീറ്റ് എടുക്കുമ്പോഴാണ് കുറുങ്കു എന്ന് വരുന്നത്. അതേപോലെ തന്നെ അടുത്ത വരും തപ്പിട് ജും തജും 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 തകിൽ പുറം കൊട് തകിൽ പൂ എന്ന് വരും. അതൊന്ന് ശ്രദ്ധിക്കുക. നൊട്ടേഷൻസ് രീ സരി രീ സരി 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 നി സാരി ഗാരി ഗ ഗാരി 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 ഗ. കുമ്പിട്, അതാണ് രീ സരി. കോറസ് വരുന്നത് രീ സരി 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 നിസാരി ഗാരി ഗ, അടുത്ത വരി. അപ്പൊ കോറസ് ഗാരി 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 ഗ. തപ്പിട് എന്ന് പറയുന്ന ആ വാക്കിൽ ചെറിയൊരു സംഗതി പോലെ വരുന്നുണ്ട്. തപ്പിട് രീ സരി സനി സരി എന്ന് വരും. സെയിം കോറസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. തകിൽ പുറം കൊട് നിസാരി ഗാരി ഗ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4ാമത്തെ ബീറ്റിന്റെ എടുപ്പിലാണ് നഗര എന്ന് വരിക. അതായത് തകിൽ പുറം കൊട് ജും തജും 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 നഗര ഗഗപ തീരങ്ങളിൽ ലഹരിയിൽ കുതിരവി ഗഗപനി പാമ പാഗരിസ ഗാരിരിസനി. ഇവിടെയാണ് പാമ പ്രതിമധ്യമം വരുന്ന ഒരു ഭാഗം. നഗര തീരങ്ങളിൽ ലഹരിയിൽ കുതിരവി ഗഗപനി പാമ പാഗരിസ ഗാരിരിസനി. ഇതിനുശേഷം ശാന്തമി രാത്രിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. 2 തവണ പാടുന്നുണ്ട്. അതിൽ 2ാമത്തെ തവണ പാടുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളത് ശാന്തമി രാത്രിയിൽ വാദ്യഘോഷാദികൾ എന്നാണ് പാടുന്നത്. ആദ്യം പാടിയത് ശാന്തമി രാത്രിയിൽ മീ, അത്രയേ ഉള്ളൂ. ഇവിടെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ശാന്തമി രാത്രിയിൽ വാദ്യഘോഷാദികൾ എന്നാണ് പാടുന്നത്. എന്ന് വരും. കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ഇനി അനുപല്ലവി. ആകാശ കൂടാരക്കീഴിൽ നിലാവിന്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാ തിരക്കൈയിൽ താണാടും സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്. ഗഗനിനി സാരി ഗഗനിനി സാരി ഗഗ ഗഗ പാനിത മമ മാമ മാമാനിനി സാരി മാമാനിനി സാരി മാമാ മമാനി പമ ഗഗ. സിമ്പിൾ ആണല്ലോ. ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ
ചെറിയ വ്യത്യാസം. പാൽക്കിണ്ണം നീട്ടുന്നതാര്, അവിടെയാണ് പാൽക്കിണ്ണം നീട്ടുന്നതാര് എന്ന് വരും. താര് ഗ ഗ ഗ ഗ പാനിത പമമ പമമ. അതാണ് വലിയ വ്യത്യാസം വരുന്നത്. അടുത്ത വരി സെയിം തന്നെയാണ്. പിന്നീട് കാതോരം പാടാൻ വാ, പാൽപൂരം കാണാൻ വാ, ഗ പാപ നീ സാരേ ഗരി രേ മാമ നീരി സസ. കാതോരം പാടാൻ വാ, അതാണ് രീഗരി എന്ന് വരുന്നത്. പാൽപൂരം കാണാൻ വാ, കാണാൻ നീരി സ, കാണാൻ വാ. റിപ്പീറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാതോരം ഗ പാനിനി പാനിനി പാ, പാടാൻ വാ നീ സാരേ മരി, പാൽപൂരം രേ മാമ മാ പമ പമമ എന്ന് വരും. രേ മാ പമ പമമ, പാൽപൂരം കാണാൻ വാ നീരി സ സാരി സരി സാ, കാണാൻ വാ. പിന്നീട് കോറസ് ആണ്. ജും ത ജും ത ജും ത ജും ത ജും ത ജും ത ജും, ജും ത ജും ത ജും ത ജും ത ജും ത ജും ത ജും, സാനി 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 സാ, സാനി 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 സാ. ഇത്രയാണ് അനുപല്ലവി വരുന്നത്. അനുപല്ലവിക്ക് ശേഷം പല്ലവി പാടുന്നുണ്ട്. പിന്നീട് ചരണമാണ്. ചരണം അനുപല്ലവി പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതേ നൊട്ടേഷൻസ് തന്നെ ഉപയോഗിക്കാം. ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പാട്ടിൽ ഉപയോഗിക്കുന്ന കോഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഒറിജിനൽ സോങ് ഡി ഷാർപ്പ് സ്കെയിലാണ് ഉള്ളത്. ഇതിനുപയോഗിക്കുന്ന കോഡ്സ് ഇ ഫ്ലാറ്റ് മൈനർ, സി ഷാർപ്പ് മേജർ, എഫ് ഷാർപ്പ് മേജർ, ഈ കോഡുകളാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. സോങ് സജഷൻസ് കൂടെ ഉൾപ്പെടുത്തുക. വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.